ഹായ് എവ്രി വൺ. സോ എന്റെ പേര് അഞ്ജു. മെൻട്ര ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NMMS സ്കോളർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. സോ ചാപ്റ്ററിന്റെ പേരാണ് ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ് ഗോഡ്നെസ്, അല്ലെങ്കിൽ നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ ചാപ്റ്ററിലെ ഒരു വൺ ഷോട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് സഡൻ ആയിട്ട് ഡിസ്കസ് ചെയ്തു പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കൂ. വിച്ച് ഫാമിംഗ് മെത്തഡ് ഗ്രോസ് ക്രോപ്സ് ഇൻ വെർട്ടിക്കലി സ്റ്റാക്കഡ് ലെയേഴ്സ്. അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ഏരിയയിൽ തന്നെ നമ്മൾ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഏത് ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് ലംബമായ പല പാളികളിലായി വിളകൾ വളർത്തുന്ന കൃഷി രീതി എന്ന് ചോദിക്കുന്നുണ്ട്. സോ സാഗ് ഫാമിംഗ് എന്താ നമുക്കറിയാം, പോട്ട് കൾട്ടിവേഷൻ ഒക്കെ നമുക്കറിയാം. അപ്പൊ ഇതിൽ കുറച്ചും കൂടി നമുക്ക് അറിയാത്തൊരു പോർഷൻ വരുന്നത് വെർട്ടിക്കൽ ഫാമിംഗ് ആണ്. അപ്പോൾ വെർട്ടിക്കൽ ഫാമിംഗ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക, നമ്മൾ ഈ ആൻസേഴ്സ് ഇങ്ങനെ നോക്കുന്നതിനിടയിൽ നിങ്ങൾക്കും ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ, അത് നിങ്ങൾ ആൻസേഴ്സ് ചെയ്യുന്നത് കറക്റ്റ് ആണോ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ആൻസർ വരുന്നത് ലംബമായ പാളികളിൽ കൃഷി ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫാമിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ വെർട്ടിക്കൽ ഫാമിലി മെയിൻലി യൂസസ്, അല്ലെങ്കിൽ ലംബമായി കൃഷി ചെയ്യുന്നതിന് പ്രധാനമായിട്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നേരെ ഇത് നമ്മൾ എല്ലാ ഓപ്ഷനിലേക്കും നോക്കണം. എല്ലാ ഓപ്ഷനിലേക്കും നോക്കിയിട്ട് ഇത് നമുക്ക് ഫ്ലഡ് ഇറിഗേഷൻ, അതായത് വെള്ളപ്പൊക്ക ജലസേചനം, അതാണോ? ഓക്കെ, എന്തായിരുന്നു വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ ഒരു അല്ലെങ്കിൽ ഒരു ഉപയോഗം നമ്മൾ നോക്കണം. ഓക്കെ, വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ അതിലൊരു ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലംബമായിട്ടുള്ള പാളിയിൽ കൃഷി ചെയ്യുന്ന രീതി, അതായത് വെർട്ടിക്കൽ രീതിയിൽ ലെയേഴ്സിൽ കൃഷി ചെയ്യുന്ന രീതി എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് ആ ബുക്കിലുള്ളത് അർബൻ ഏരിയാസിൽ, അതായത് കുറച്ചുകൂടി സിറ്റീസ് ഉള്ള ഏരിയാസിൽ യൂസ് ചെയ്യുന്ന ഒരു ഫാമിംഗ് മെത്തേഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന വേറൊരു പോയിന്റ് ആയിരുന്നു ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സിലൂടെ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഫസ്റ്റ് ഫ്ലഡ് ഇറിഗേഷൻ വരുന്നുണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ട് അതല്ല. പിന്നെ കനാൽ ഇറിഗേഷൻ ഉണ്ട്, അതല്ല. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഉണ്ട്, അതുമല്ല. അപ്പൊ ഇതിൽ ഏതാണ് മാച്ച് ഉള്ളത് എന്ന് വെച്ചാൽ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് എന്നുള്ള ഒരു രീതി, അതാണ് വെർട്ടിക്കൽ ഫാമിങ്ങിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള സാധനം. അപ്പൊ നമുക്ക് അത് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻ, മാക്രോ ന്യൂട്രിയൻ എന്നുള്ള ഏരിയ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മൈക്രോ ന്യൂട്രിയൻ എന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിന് സോയിലില് വേണ്ടിയിട്ടുള്ള എന്താ പറയാ എലമെന്റ്സ് വലിയ അളവിലും ഉണ്ടാവും, ചെറിയ അളവിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വലിയ അളവിലുള്ളതിന് നമ്മൾ മാക്രോ എന്ന് പറഞ്ഞു, മാക്രോ വലിയ അളവിൽ എന്ന് പറഞ്ഞു. ചെറിയ അളവിലുള്ളതിന് എന്ത് മൈക്രോ എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് എലമെന്റ്സിൽ നമ്മൾ ഇങ്ങനെ ഓരോ എലമെന്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു മൈക്രോയിൽ ഒരു 6 എക്സാമ്പിളോ 5 എക്സാമ്പിളോ ഒക്കെ വരുന്നുണ്ട്. അപ്പോ എക്സാമ്പിൾ അല്ല, എലമെന്റ്സ് വരുന്നുണ്ട്. അത് മൈക്രോയിലും അതേപോലത്തെ കുറച്ച് എലമെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഇതില് മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ എന്ന് പറയുമ്പോൾ എന്താണ്? ചെറിയ ക്വാണ്ടിറ്റീസിൽ മതി നമുക്ക് എലമെന്റ്സ്, അതായത് ചെറിയ ക്വാണ്ടിറ്റീസിലുള്ള സോയിലിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന് ഫസ്റ്റ് നൈട്രജൻ, പൊട്ടാസ്യം, സിങ്ക്, ഫോസ്ഫറസ് ആണ് കൊടുത്തുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കൊടുത്ത സ്ഥിതിക്ക് ഇതിന്ന് എങ്ങനെയാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻസിനെ കണ്ടുപിടിക്കുക എന്നാണ്. അപ്പൊ ഇത് ശരിക്കും ഒരു കോഡ് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഒരു മാക്രോ എന്നുള്ളതിന്റെ ഒരു കോഡ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. മാക്രോയിൽ ഫസ്റ്റ് വരുന്നത് നൈട്രജൻ വരുന്നുണ്ട്, പിന്നെന്താണ് പൊട്ടാസ്യം വരുന്നുണ്ട്, ഫോസ്ഫറസ് വരുന്നുണ്ട്, പിന്നെന്തൊക്കെയാണ് വരുന്നത്? കാൽഷ്യം വരുന്നുണ്ട്, പിന്നെന്താണ് മഗ്നീഷ്യം വരുന്നുണ്ട്, പിന്നെന്താണ് വരുന്നത്? സൾഫറും വരുന്നുണ്ട്. ഓക്കെ, സോ മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് ക്വാണ്ടിറ്റീസിൽ സോയിലിൽ കാണപ്പെടുന്ന ന്യൂട്രിയൻസ്. അപ്പൊ മാക്രോയിൽ നോക്ക് NPPCMS. ഇതൊരു കോഡാക്കി പഠിച്ചാലോ? ഇതൊരു കോഡാക്കി നോക്ക്. ഫസ്റ്റ് നൈട്രജൻ. ഓക്കെ, നൈട്രജൻ എന്ന് പറയുമ്പോൾ നൈറ്റ് പാർക്കിൽ പോയപ്പോൾ കാൽസി മഗ്ഗിൽ സോഡ കുടിച്ചു. ഓക്കെ, അങ്ങനെ ഒരു ഇത് നോക്കുക. അതായത് നൈറ്റ് പാർക്കിൽ പോയപ്പോൾ ആരാണ്? കാൽസി മഗ്ഗിൽ സോഡയ്ക്ക് എസ് ആണ്, പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഓക്കെ, സൾഫർ ആണ്. ഓക്കെ, സോഡ കുടിച്ചു എന്നുള്ള ഒരു രീതിക്ക് ആക്കുക. ഓക്കെ, അപ്പൊ നോക്ക്, ഫസ്റ്റ് ഇവിടെ വരുന്നത് എന്താണ്? നൈട്രജൻ. പിന്നെ എന്താണ്?
പാർക്കിൽ, അപ്പൊ നമുക്ക് എന്ത് പറയാം? പൊട്ടാസ്യം. പോയപ്പോൾ, ഓക്കെ, അപ്പൊ എന്ത് പറയാം നമുക്ക്? ഫോസ്ഫറസ്. കാൽഷ്യം. പിന്നെ മഗ്, മഗ്നീഷ്യം. സോഡ, സൾഫർ. ഓക്കെ, കുടിച്ചു. അത് പിന്നെ നമ്മൾക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പോ മാക്രോ ന്യൂട്രിയൻസിന്റെ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇതിൽ നോക്ക്, ഈ 4ാമത്തെ ക്വസ്റ്റ്യനിൽ മാക്രോ റിലേറ്റഡ് ആയിട്ടുള്ള ഏതാ വരുന്നത്? ഞാനിപ്പോ പറഞ്ഞതിൽ ബോറോൺ ഉണ്ടായോ? ഇല്ല. നിക്കൽ ഉണ്ടായോ? ഇല്ല. പിന്നെ നൈട്രജൻ വന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? നൈട്രജൻ ആണ്. അപ്പൊ നൈറ്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? നൈട്രജൻ ആണ്. അപ്പൊ നൈട്രജൻ വന്നു അവിടെ. ഓക്കെ, സോ അപ്പൊ ഇതില് മാക്രോ ന്യൂട്രിയൻസിൽ എന്താണ്? നൈട്രജൻ ഉണ്ട്. അപ്പോ വലിയ തോതിൽ അല്ലെങ്കിൽ വലിയ അളവിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സോയിലുള്ള ന്യൂട്രിയന്റ് ആണ് മാക്രോ ന്യൂട്രിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് നൈട്രജൻ ഉണ്ട്. പിന്നെ അയണും വരുന്നില്ല. അപ്പൊ ഈ ബോറോണും നൈട്രജനും അയണും ഒക്കെ എവിടെയാണ് വരുന്നത്? മൈക്രോയിലാണ്. ഓക്കെ, ഇനി ഇപ്പുറത്ത് തിരിഞ്ഞാല് നൈട്രജൻ എവിടെ വരുന്നുണ്ട്? നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നുണ്ടോ? ഇല്ല. അഫ്കോഴ്സ് അത് മാക്രോ ന്യൂട്രിയൻസിലാണ് വരുന്നത്. പൊട്ടാസ്യം വരുന്നുണ്ടോ? ഇല്ല. പൊട്ടാസ്യം നമ്മൾ നേരത്തെ പഠിച്ച എവിടെയാണ് വരുന്നത്? മാക്രോ ന്യൂട്രിയൻസിലാണ് വരുന്നത്. സിങ്ക് വരുന്നുണ്ടോ? അത് നമ്മൾ പഠിച്ചില്ല. ഓക്കെ, അതവിടെ എക്സെപ്ഷനിലിടാം. പിന്നെന്താണ്? ഫോസ്ഫറസ് ഉണ്ട്. ഫോസ്ഫറസ് വരുന്നുണ്ടോ? ഫോസ്ഫറസ് വരുന്നുണ്ട്. എന്തായിരുന്നു മാക്രോ ന്യൂട്രിയന്റിന്റെ കോഡ് പഠിച്ചത് നമ്മള്? നൈറ്റ്, പാർക്കിൽ പോയപ്പോ എന്താണ്? കാൽഷ്യം മഗ്ഗിൽ സോഡ കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? നൈട്രജൻ, നൈറ്റ്. പിന്നെ പൊട്ടാസ്യം പാർക്കില്. പി അടുത്തത് വരുന്നത് ഫോസ്ഫറസ്. കാൽഷ്യം, മഗ്, മഗ്നീഷ്യം. പിന്നെ സോഡ, സൾഫർ. കുടിച്ചു, കഴിഞ്ഞു. അപ്പൊ മാക്രോ ന്യൂട്രിയൻസ് അത്രയാണ് വരുന്നത്. അപ്പൊ അതിലൊന്നും പെടാത്തത് ഇവിടെ സിങ്ക് ആണുള്ളത്. എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ ആരാണുള്ളത്? സിങ്ക്. അപ്പൊ സിങ്ക് മൈക്രോയിലല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സിങ്ക് കിട്ടി. നെക്സ്റ്റ് എന്താണ്? മാക്രോ പറഞ്ഞു നമ്മള്. മാക്രോയില് നമ്മൾ പറഞ്ഞ നൈട്രജൻ ആണ്. നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഫെർട്ടിലൈസർ കണ്ടെയ്ൻ ബെനഫിഷ്യൽ മൈക്രോ ഓർഗാനിസം? ഓക്കെ, അതായത് 8ാം ക്ലാസ്സിൽ വളരെ മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പോർഷൻ. ആ ഫെർട്ടിലൈസറിനെ കുറിച്ച് പഠിക്കുന്ന പോർഷനിൽ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ വളത്തിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വളങ്ങള്, പിന്നെ നാനോ രീതിയിലുള്ള വളങ്ങള്, നമ്മുടെ ജൈവം പോലുള്ള വളങ്ങള്, പിന്നെ ബയോ ഫെർട്ടിലൈസർ അതായത് ജീവാണു വളത്തിൽപ്പെട്ടത്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്ക്. മൈക്രോ ഓർഗാനിസം ബെനഫിഷ്യൽ, അതായത് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ അടങ്ങിയ വളം ഏത് എന്നാണ് പറഞ്ഞത്. നാനോ എന്ന് പറഞ്ഞാൽ ചെറിയ ഇതാണ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? നമ്മളെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന അങ്ങനത്തതാണ്. ഇതിൽ മൈക്രോ ഓർഗാനിസം വരുന്ന വളങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ. നോക്കി നമ്മള് അവിടെ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസറിൽ ഈ സംഭവം ഒന്നുമില്ല കേട്ടോ, മൈക്രോ ഓർഗാനിസം ഒന്നുമില്ല. അപ്പൊ അത് പോയി കട്ട്. ഓക്കെ, പിന്നെ അടുത്ത നാനോയില് എക്സാമ്പിൾസ് വരുന്നത് വെച്ചാല് അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 3 എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നാനോ എന്ന് മാത്രമായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ നാനോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല. ഇവിടെ മൈക്രോ ഓർഗാനിസം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നാനോയും കട്ട്. പിന്നെ അടുത്തത് ബയോ ഫെർട്ടിലൈസർ, അതവിടെ നിൽക്കട്ടെ. പിന്നെ കമ്പോസ്റ്റ് ഉണ്ട്. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സെറ്റപ്പാണ് ഈ കമ്പോസ്റ്റ്, ആഷ്, എല്ലുപൊടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ പോട്ടെ. അപ്പൊ അതും കട്ട്. പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? ബയോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ജൈവ വളമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്താണ്? ജൈവ വളമാണ് എന്ത്? മൈക്രോ ഓർഗാനിസത്തിന് എക്സാമ്പിൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ എക്സാമ്പിൾ പറഞ്ഞതാണ് റൈസോബിയം എന്നൊക്കെയാണ് അതിന് എക്സാമ്പിൾ വരുന്നത് കേട്ടോ. അപ്പൊ റൈസോബിയം അവിടെ എന്താ? ബയോ ഫെർട്ടിലൈസർ അവിടെ എന്താ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മുടെ മണ്ണില് എന്ത് ചെയ്യും? ഇവരുണ്ടാവും ഓൾറെഡി. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവരാണ് എന്താ നമുക്ക് ഈ ഫെർട്ടിലൈസർ ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അപ്പൊ ബയോ ഫെർട്ടിലൈസർ ആണ് മൈക്രോ ഓർഗാനിസം ബെനിഫിഷ്യറി ആക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ബയോ ഫെർട്ടിലൈസർ, ഓപ്ഷൻ സി ട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് എക്സാമ്പിൾ ഓഫ് ബയോ ഫെർട്ടിലൈസർ? ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താണ്? യൂറിയയാണോ? അല്ല. അമോണിയം സൾഫേറ്റ് ആണോ? അല്ല. റൈസോബിയം ആണോ? ആണ്. റൈസോബിയം ആണ്. പിന്നെ നാനോ യൂറിയാണോ? അല്ല. ഓക്കെ, ഈ നാനോ നമ്മൾ പഠിച്ച ഈ ഫെർട്ടിലൈസർ നാനോ ഒക്കെ അല്ലേ? നാനോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഈ നാനോ പറഞ്ഞിട്ടാണ് എക്സാമ്പിൾ വരിക. അപ്പൊ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. അത് നോക്കട്ടെ, നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ നോക്കിയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ വരുന്നതാണ് ഈ യൂറിയ അല്ലെങ്കിൽ അമോണിയം സൾഫേറ്റ്, ഇതൊക്കെ. അപ്പൊ ഇത് ആർട്ടിഫിഷ്യൽ എന്താ പറയാ ഫെർട്ടിലൈസറിന്റെ എക്സാമ്പിൾ അല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? ബയോ ഫെർട്ടിലൈസർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? അമോണിയം സൾഫേറ്റും യൂറിയയും കട്ട് ചെയ്തു.
പിന്നെ ഇവിടെ എന്താണ് അടുത്തത് വരുന്നത്? റൈസോബിയം ആണ്. കഴിഞ്ഞ 5ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് റൈസോബിയം. അപ്പൊ ഇവിടെ എന്താണ് ഉത്തരം വരുന്നതെടാ? ഇവിടെ റൈസോബിയം ആണ് ഉത്തരം വരുന്നത്. പിന്നെ നെക്സ്റ്റ് നാനോ യൂറിയ. നാനോ എന്താ പറയാ പാർട്ടിക്കിൾസ്, അതായത് ചെറിയ ചെറിയ വളങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ഈ നാനോ യൂറിയ, നാനോ എന്തൊക്കെയോ കുറെ 3 നാനോ അമോണിയം സൾഫേറ്റ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതിൽ കൂട്ടില്ല. അപ്പൊ എന്താണ് അതിന് എക്സാമ്പിൾ ആണ് ഇതൊക്കെ. അപ്പൊ ഉത്തരം എന്താണ് വരുന്നത്? റൈസോബിയം, സി ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which fertilizer is required only in very small quantities? Okay, ഇതിൽ ഏതാണ് very small quantities, very small അളവിൽ വേണ്ടത്? ഓക്കെ, നമ്മള് ഫെർട്ടിലൈസർ 4 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഫെർട്ടിലൈസർ 4 തരത്തിലുണ്ട് എന്ന് പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? നാനോ ഫെർട്ടിലൈസർ. 2 എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ. ഓക്കെ, ആർട്ടിഫിഷ്യൽ. 3 എന്ന് പറഞ്ഞിട്ടുള്ള ബയോ ഫെർട്ടിലൈസർ. 4 നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. 4 വരുന്നത്. ഓക്കെ, നോക്കടാ. അപ്പൊ ഇതില് നാനോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ അളവിൽ വേണ്ടത്. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ബയോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മൈക്രോ ഓർഗാനിസം, നേരത്തെ 5ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പോസ്റ്റ്, എല്ലുപൊടി, അങ്ങനത്തെ സാധനങ്ങൾ. ഓക്കെ, അപ്പോ ഇതില് ഏതായിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് നോക്കിക്കേ. വിച്ച് ഫെർട്ടിലൈസേഴ്സ് ഇസ് റിക്വയർഡ് ഓൺലി ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റി? വളരെ ചെറിയ അളവിൽ മാത്രം ആവശ്യമായ വളം ഏതാണ്? ഇതിൽ ഏതായിരിക്കും? ഓർഗാനിക് മാനർ ആണോ? വളരെ ചെറുതിൽ, അതായത് എന്താണ് നമ്മുടെ ജൈവവളമാണോ? അല്ല, പോയി കട്ട്. നാനോ ഫെർട്ടിലൈസർ. നോക്ക്, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിരിക്കുന്നത്? വെരി സ്മോൾ ക്വാണ്ടിറ്റിയിൽ വേണ്ടത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? നാനോ ഫെർട്ടിലൈസർ അല്ലേ ചെറിയ എമൗണ്ടിൽ വേണ്ടത്? നാനോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താടാ? ചെറുത് എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ ഫാം യാർഡ് മാനർ, അതായത് നമ്മുടെ ഫാംസിലൊക്കെ ഉപയോഗിക്കുന്ന, അതൊക്കെ പോട്ടെ. പിന്നെ കമ്പോസ്റ്റ്, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം, അതും അല്ല. അപ്പൊ ഇതില് വിച്ച് ഫെർട്ടിലൈസർ ഇസ് റിക്വയർഡ് ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാല് ഓപ്ഷൻ എന്താടാ? ഈ എത്രാമത്തെയാണ്? ഓക്കെ, എത്രാമത്തെയാണ്? ബി ഓപ്ഷൻ ആണ് കേട്ടോ വരുന്നത്. ബി ഓപ്ഷൻ ആണ് നാനോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു സംഭവം നമ്മള് പ്ലാന്റ് ന്യൂട്രിയന്റെ കേസിലാണ് പഠിച്ചത്, അതായത് മൈക്രോയും മാക്രോയും. അതെന്താണ്? ഇത് മാറിപ്പോകാൻ ചാൻസ് ഒന്നുമില്ല, പിന്നെ പറഞ്ഞു എന്നുള്ളൂ. അതെന്ത് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്? വലിയ അളവിൽ സോയിലിൽ കാണപ്പെടുന്ന ന്യൂട്രിയൻസ്, അതാണ് മാക്രോ. ഓക്കെ, ന്യൂട്രിയൻ. പിന്നെ ചെറിയ അളവിൽ കാണുന്ന മൈക്രോ. അതുമായിട്ട് തെറ്റാനൊന്നും യാതൊരു സാധ്യതയില്ല. ഇത് ഓപ്ഷനിൽ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. ഫെർട്ടിലൈസർ, വളം. ഓക്കെ, ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ഫെർട്ടിലൈസർ, വളം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8ാമത്തേത് സിമ്പിൾ ആണ്. നമ്മൾ 7ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ഒരു സംഭവമാണ്. അത് 8ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിയിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് പ്രൊപ്പഗേഷൻ മെത്തേഡ് യൂസസ് എ ബഡ്? അതായത് മുകുളം ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനം. അതായത് നമ്മളിങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ലെയറിങ്, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, അങ്ങനെ കുറെ സംഭവങ്ങൾ, മറ്റേ ഹൈബ്രിഡൈസേഷൻ. അപ്പൊ നോക്ക്, ബഡ് വെച്ചിട്ട് ചെയ്യുന്ന ഏതാ സംഭവം? ബഡ് വെച്ചിട്ട് ചെയ്യുന്ന ലെയറിങ് ആണോടാ? ലെയറിങ് ആണോ? ബഡ് വെച്ചിട്ട് ലെയറിങ് എങ്ങനെ? ഒരു സ്റ്റെമ്മില് നമ്മൾ കുറച്ച് മിക്സ്ചർ, മണ്ണിന്റെ മിക്സ്ചർ ഒക്കെ കിട്ടിയിട്ട് ഒരു പോളിത്തീൻ ബാഗിൽ കിട്ടി ചുറ്റി വെക്കുന്ന സംഭവമാണ് എന്ത്? ലെയറിങ്. അപ്പൊ പോയി, അത് തെറ്റ്. പിന്നെ ഗ്രാഫ്റ്റിംഗ് എന്ത് ചെയ്യുന്നു? ഒരു സൈൺ, അതായത് നമ്മളെ ഒരു മാങ്ങയുടെ, നല്ല നാടൻ മാങ്ങയുടെ സൈണും, പിന്നെ വേറൊരു നമ്മൾ വല്ല എന്തായിരുന്നു ഇപ്പൊ അതിന് എക്സാമ്പിൾ പറഞ്ഞത്, നമ്മുടെ നീലം മാങ്ങയുടെ ഒക്കെ സാധനങ്ങൾ അവിടെ ബാഗ്സിൽ ഇങ്ങനെ കെട്ടിവെച്ച് അങ്ങനെ ഉണ്ടാവുന്നതാണ് ലെയറിങ്, അല്ല ഗ്രാഫ്റ്റിംഗ്. അപ്പൊ അതുമല്ല. പിന്നെ എന്താണ്? ബഡ്ഡിങ്. ഒന്നും നോക്കാനല്ല, ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. ബഡ് വെച്ചിതാക്കുന്ന എന്താണ് ബഡ്ഡിങ്? നമുക്ക് ഇച്ചിരി അറിവുണ്ടെങ്കിൽ നമുക്കത് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ സി ആണ്. ഓക്കെ, സി ആണുള്ളത്. പിന്നെ ഇതിൽ ടിഷ്യൂ കൾച്ചർ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ടിഷ്യൂ കൾച്ചർ നോക്കണ്ട, അത് നമുക്ക് അടുത്തടുത്ത പ്രോബ്ലംസ് വരുന്നുണ്ട്, അതിൽ ഡിസ്കസ് ചെയ്യാം. സോ അപ്പൊ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ, കാരണം വിച്ച് പ്രൊപ്പഗേഷൻ മെത്തേഡ് യൂസസ് ബഡ് എന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ബഡ്ഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ അത് അവിടെ മുകുളം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ബഡ്ഡിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞ ടിഷ്യൂ കൾച്ചർ എന്താണ് ചോദിക്കും. എന്താണ് ടിഷ്യൂ കൾച്ചർ? ഇടാ സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ 8ാം ക്ലാസ്സിലെ നമ്മുടെ ഒരു പെട്ടിക്കോളത്തിലൊക്കെ ആയിട്ട് GM ക്രോപ്സ്, ടിഷ്യൂ കൾച്ചർ ക്രോപ്സിനൊക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു വേറെ ഏതെങ്കിലും ഒരു ചെടി എടുത്താൽ ആ ചെടിയുടെ അതേ സ്വഭാവമുള്ള ഒരു അതായത് പാരന്റ് മദർ പ്ലാന്റിന്റെ അതേ സ്വഭാവമുള്ള നമ്മള് ഒരു പ്ലാന്റ്സ് നമ്മള് നമ്മൾ ഇങ്ങനെ വളർത്തിയെടുക്കുക. ചിലപ്പോൾ അതിന്റെ ചെറിയൊരു അതിന്റെ ലീഫ് ആയിരിക്കാം, അതിന്റെ എന്തെങ്കിലും സ്റ്റെം ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ എന്താണ് പറയാ നമ്മൾക്ക് ഒരു സെല്ലായിരിക്കാം. അത് നമ്മൾ ഒരു ജാറില് അതിനാവശ്യമായിട്ട് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു മീഡിയത്തില് നമ്മൾ അതേ മദർ പ്ലാന്റിന്റെ സ്വഭാവങ്ങൾ ഉണ്ടായ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കുന്നതിനാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയാം. അതായത് അത് ആദ്യം നമ്മളൊരു മീഡിയത്തിനകത്ത് നമുക്ക് ചെറിയൊരു സാധനം, ഒരു സെല്ലോ ലീഫോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആയിരിക്കും വെക്കുക. ആ സാധനം എന്ത് ചെയ്യുക, ആ ജാറിന്ന് കുറെ ഒരു ചെറിയൊരു സാധനത്തിൽ നിന്ന് ആലോചിച്ച് കുറെ സാധനങ്ങൾ ഉണ്ടായി വരുന്നത്, കുറെ പ്ലാന്റ്സ് ഉണ്ടായി വരുന്നത്, അതാണ് ടിഷ്യൂ കൾച്ചർ. അതായത് ഒരു ചെറിയ എന്തെങ്കിലും ഒക്കെ മതി അതിന്. ഓക്കെ, അപ്പൊ അതിന്റെ അതിന് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കുക എന്തൊക്കെയാണ്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഡിഫറെന്റ് വെറൈറ്റീസ് ഒള്ളി. ഓക്കെ, നമുക്ക് നോക്കാം. ബാക്കി ഇങ്ങനെ വ്യത്യസ്ത ഇനങ്ങൾ മാത്രമാണോ അതോ മാതൃസസ്യത്തിന്റെ അതേ സ്വഭാവമുള്ള സസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈബ്രിഡ് വിത്തുകൾ മാത്രമാണോ, GM വിളകൾ മാത്രമാണോ ഇങ്ങനെ ആക്കാൻ പറ്റുന്നുള്ള ടിഷ്യൂ കൾച്ചർ ഉപയോഗിച്ച് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നോക്ക്, ഡിഫറെന്റ് വെറൈറ്റീസ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ പ്ലാന്റ്സ് ഐഡന്റിക്കൽ ടു ദ പാരന്റ് പ്ലാന്റ്. ഇവിടെ എന്ത് ചെയ്യുക, ഹൈബ്രിഡ് സീഡ് ഉള്ളിയും GM ക്രോപ്സും പോയി. കാരണം ഏതൊരു പ്ലാന്റിനും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പറ്റാവുന്ന പ്ലാന്റ്സിനൊക്കെ നമുക്ക് ടിഷ്യൂ കൾച്ചർ വെച്ചിട്ട് ഒട്ടുമിക്ക പ്ലാന്റ്സിനെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റാത്തതും ഉണ്ട് കേട്ടോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതിൽ ഏതിന്റെ സവിശേഷതയായിരിക്കും ഇതിൽ കൂടുതൽ മാച്ച് ആവുക ചോദിച്ചാല് പ്ലാന്റ്സ് ഐഡന്റിക്കൽ ടു ദ പാരന്റ് പ്ലാൻ. അതന്നെയാണോ ആൻസർ കിട്ടിയത് നോക്കട്ടോ. അതായത് മാതൃസസ്യത്തിന്റെ അതേ സ്വഭാവമുള്ള സസ്യങ്ങളായിരിക്കും എന്ത് ചെയ്യാം അവിടെ. അതിനെ നമുക്ക് സ്വാഭാവികമില്ല, അതായത് വേറെ ആളെ വെച്ചാൽ വേറെ ആളല്ലേ വരിക. നമ്മൾ എന്താണോ ഒരു ചെടീന്റെ സെല്ലോ അല്ലെങ്കിൽ ലീഫോ അല്ലെങ്കിൽ അതിൽ വെച്ചിരിക്കുന്നത് അതിന്റെ സ്വഭാവമുള്ള സെയിം സാധനം കുറെ ഉണ്ടാവും. അതായത് ഇപ്പൊ ഒരു ചെടി ഇങ്ങനെ നമ്മൾ എങ്ങനെയാ വെക്കുന്നത്, ഇതൊരു 3 to 6 monthsന്റെ ഉള്ളിൽ ഇത് എന്തായാലും ആ ജാറ് കിടന്നുണ്ടാവും. പിന്നെ നമ്മൾ അത് വീണ്ടും ഇങ്ങനെ ഒരു ലാബ് ഫെസിലിറ്റി, ലാമിനാർ എയർ ഫ്ലോ എന്നുള്ള വലിയ സംഭവങ്ങളിലൊക്കെ ചെയ്യാൻ നമുക്കിപ്പോ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിൽ എന്താണ് വരിക, പ്ലാന്റ് ഐഡന്റിക്കൽ ടു ദ പാരന്റ് പ്ലാന്റ്. അതായത് അതിന്റെ മദർ പ്ലാന്റിന്റെ അതേപോലെ തന്നെ ക്യാരക്ടേഴ്സ്, ഫീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതേപോലെ ആയിരിക്കും ഇതിന് വരിക എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ടിഷ്യൂ കൾച്ചറിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത സംഭവമാണ്, ഇതും നമുക്ക് 8ാം ക്ലാസ്സിൽ ഒരു ന്യൂ ടോപ്പിക് ആണ്. GM ക്രോപ്സ് എങ്ങനെയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്താണ് GM ക്രോപ്സ് എന്താണ് എടാ. അതായത് ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി അതിന്റെ ഒരു ട്രേറ്റില് അതല്ലെങ്കിൽ അതിലൊരു പുതിയ സ്വഭാവം നമ്മൾ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി കൊടുക്കുന്നു. സിമ്പിൾ ആയിട്ട് അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നമ്മുടെ കോട്ടൺ അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ ഉണ്ട് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ടൊമാറ്റോ കേട്ടോ, ഇത് സങ്കല്പിക്കുക ഒരു ടൊമാറ്റോ എന്ന്. ഇത് സാധാ ടൊമാറ്റോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, സാധാ ടൊമാറ്റോ എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലൊക്കെ ചീഞ്ഞു പോകുന്ന ഒരു 2 ദിവസം ഇരിക്കുമോ, നല്ല ഫ്രിഡ്ജിൽ വെച്ചില്ല ഒരു 2-3 ദിവസം. പക്ഷെ ഇതിനെന്താണ് ന്യൂട്രീഷണൽ വാല്യൂ കുറവുള്ള ഒരു സാധാ ടൊമാറ്റോ. പക്ഷെ നമ്മൾ GM ടൊമാറ്റോ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് ടൊമാറ്റോ ആണ്, ഇങ്ങനെ ഒരു രസത്തിന്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഈ ടൊമാറ്റോക്ക് എന്താ പ്രത്യേകത, GM വിളയിൽ അല്ലെങ്കിൽ GM ക്രോപ്പുമായി റിലേറ്റഡ് ചെയ്തിരിക്കുന്ന ഒരു ടൊമാറ്റോ എന്തായിരിക്കും, അതായത് അതിന് കുറച്ചും കൂടി ന്യൂട്രീഷണൽ വാല്യൂ. ഓക്കെ, അതിനൊരു ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി പെസ്റ്റ് റെസിസ്റ്റന്റ്, അങ്ങനെ ഒന്നിനെ അറ്റാക്ക് ചെയ്യാനും പറ്റില്ല, അതിന് കുറച്ച് വൈറ്റമിൻസ് കൂടുതലും ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സംഭവമായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോട്ടണില്ലേ, നമ്മുടെ കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ പ്ലാന്റ് ഇല്ലേ, അപ്പൊ ആ കോട്ടൺ പ്ലാന്റ് നമുക്ക് ഇങ്ങനെ പഞ്ഞൊക്കെ കിട്ടുന്ന സംഭവം, അപ്പൊ അതുണ്ട്. സാധാ കോട്ടൺ പ്ലാന്റിന്റെ പ്രത്യേകത അല്ല, അതിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാല് അതിനെ പെസ്റ്റുകൾ, കീടനാശിനികൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ കീടനാശിനി അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് BT കോട്ടൺ എന്ന് പറയുന്ന സാധനം, ഈ GM വിളയിൽ കൂടെ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ ഒരു പുതിയ സ്വഭാവം അല്ലെങ്കിൽ ന്യൂ ട്രേറ്റ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതായത് അതിന് സാധാ ഉള്ളൊരു സ്വഭാവത്തിൽ നിന്നൊരു പുതിയൊരു കാര്യം നമ്മളത് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊടുത്തു ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി, ജീൻ എന്നതിന്റെ ഒരു ഇത് മാറ്റി കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കുന്ന അപ്പൊ അങ്ങനെ BT കോട്ടൺ ഉണ്ടാക്കിയപ്പോ എന്താണ് സംഭവിച്ചത്, BT കോട്ടൺ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോ അതിന് പെസ്റ്റ്, കീടനാശിനികൾ അറ്റാക്ക് ചെയ്യുന്നത് അതിന് കുറഞ്ഞു. ഓക്കെ, അപ്പൊ അതായത് അങ്ങനെ അതിന് റെസിസ്റ്റന്റ് ചെയ്യാനായിട്ട് നിന്നു. അപ്പോ BT കോട്ടൺ ഒരു GM വിള, അങ്ങനെ കുറെ GM ക്രോപ്സ് ഉണ്ടാക്കിയിരുന്നില്ലേ, കോട്ടണിലായാലും ടൊമാറ്റോയിലായാലും അല്ലെങ്കിൽ കുറച്ച് സിറിയൽസിലായാലും മറ്റു ധാന്യങ്ങൾ പോലത്തെ സംഭവങ്ങള്. പിന്നെ വേറൊരു സാധനമാണ് നമ്മുടെ അതിൽ പഠിക്കാനുള്ളത്, ഗോൾഡൻ റൈസ് ഇല്ലേ, ഗോൾഡൻ റൈസ്
അതും ഇതേപോലെ റൈസ്, അതില് ഗോൾഡൻ റൈസിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് വൈറ്റമിൻ എന്താണ്, വൈറ്റമിൻ എ കണ്ടന്റ് അതിലുണ്ടായിരിക്കും. ഓക്കെ, വൈറ്റമിൻ എ കണ്ടന്റ് അതിൽ ഉണ്ടായിരിക്കും. ഈ GM എന്താ പറയാ ക്രോപ്പ് ഉണ്ടാക്കുന്ന റൈസില്, ഗോൾഡൻ റൈസ് എന്നൊക്കെ ഈ GM വിളയിലുള്ള ഒരിതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സാമ്പിൾ, ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. GM ക്രോപ്സ് ആർ പ്രൊഡ്യൂസ്ഡ് യൂസിങ്, എങ്ങനെ GM ക്രോപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഓർഗാനിക് ഫാമിംഗ് ആണോ? അല്ല. ഓക്കെ, ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണോ? പഠിച്ചു. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി അതായത് ഒരു ന്യൂ ട്രേറ്റ് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗ്, കമ്പോസ്റ്റ്, ഇറിഗേഷൻ, ഈ 2 ഓപ്ഷനും അല്ല, ഇതും എന്തായാലും അല്ല. അപ്പൊ ഉത്തരം എന്താണ് വരുന്നത്? ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി GM ക്രോപ്സ് ഉണ്ടാവുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രീൻ ഹൗസ് ഹെൽപ്സ് ക്രോപ്സ് ബൈ, ഗ്രീൻ ഹൗസ് അതായത് ഹരിതഗൃഹം, മറ്റേ നമ്മളിങ്ങനെ ഈ കണ്ടിട്ടില്ലേ? അതായത് നമ്മളിങ്ങനെ എന്താ പറയാ, ഗ്രീൻ ഹൗസ് വിളകളെ പറ്റിയിട്ട് നമ്മളിങ്ങനെ ഓരോ ഫാമിലൊക്കെ ചെന്നാൽ നമുക്ക് കാണുന്നില്ലേ? അങ്ങനെ അത് എന്തിനാണ് നമ്മൾ സഹായിക്കുന്നതാണ്? ഇൻക്രീസിങ് വീഡ്സ്, അതായത് എന്താണ്, കളകൾ വർദ്ധിപ്പിക്കുന്നു അല്ല. ഓക്കെ, പ്രൊട്ടക്ടിങ് പ്ലാന്റ്സ് ഫ്രം പെസ്റ്റ് ആൻഡ് അഡ്വേഴ്സ് ക്ലൈമറ്റ്, അതായത് കീടനാശിനികൾ, അങ്ങനത്തെ കാലാവസ്ഥ അങ്ങനെ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു, അതിനാണോ? ഡ്രൈയിങ് ദ സോയിൽ ആണോ? ബ്ലോക്കിംഗ് സൺലൈറ്റ് കംപ്ലീറ്റ്ലി ആണോ? ഓക്കെ, ബ്ലോക്ക് ചെയ്താൽ പിന്നെ എങ്ങനെയാ നമുക്കിത് വളരാൻ പറ്റുക? അപ്പൊ അതുമല്ല, അതായത് സൂര്യപ്രകാശം പൂർണ്ണമായി തടയുന്നു, അതുമല്ല. അപ്പൊ ഇതിൽ ഏതാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? നോക്ക്, ഏതായിരിക്കും? പ്രൊട്ടക്ടിങ് പ്ലാന്റ്സ് ഫ്രം പെസ്റ്റ് ആൻഡ് അഡ്വേഴ്സ് ക്ലൈമറ്റ്, അല്ലെങ്കിൽ കീടങ്ങളിൽ നിന്നും പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും സംരക്ഷിക്കുന്നു, അതിനെയാണ് എന്ത് പറയാ, ഗ്രീൻ ഹൗസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ഇത് ഏത് ഭാഗത്തായിരുന്നു ചോദിച്ചാൽ നമ്മുടെ മറ്റേ എങ്ങനെയാണ് നമുക്ക് വെള്ളമൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, വാട്ടർ യൂട്ടിലൈസേഷൻ ഉള്ള ആ ഒരു പോർഷനിൽ ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പെസ്റ്റ്, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, അതായത് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്തായിരുന്നു എന്ന് ഓർക്കുക. ഒരു 8ാം ക്ലാസ്സിൽ ഒരു പെട്ടിക്കോളത്തിൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് IPM എന്നൊക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അത്? അതിന്റെ എന്താണ് മെയിൻ എയിം എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മെയിൻ എയിം എന്താണെന്ന് ചോദിക്കുന്നത്. ആദ്യം നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഡിസ്ട്രോയ് ഓൾ ഇൻസെക്ട്സ്, ഇൻക്രീസ് പെസ്റ്റിസൈഡ് യൂസ്. പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കീടനാശിനികൾ എന്നാണ്. പിന്നെ പരിസ്ഥിതിക്ക് ദോഷം കുറച്ച് കീടങ്ങളെ നിയന്ത്രിക്കുക, കൃഷി നിർത്തുക. ഇതിൽ എന്താണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ എയിം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്താണെന്ന് ആദ്യം ഓർക്കണം. എന്താണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് നിറയെ പെസ്റ്റിസൈഡ്സ്, അതായത് കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് മനുഷ്യനും അതേപോലെ എൻവിറോൺമെന്റിനും ദോഷമാണ്. അപ്പോ എന്താണ് നമ്മള് ഇങ്ങനെ നമ്മുടെ ക്രോപ്സ് നന്നായിട്ട് കേടുവരുത്തുന്ന കീടങ്ങളെ അല്ലെങ്കിൽ കീടനാശിനികളെ എന്താ ചെയ്യാ, അതായത് അവരെന്ത് ചെയ്യും, ചില ട്രാപ്പ് വഴി, അല്ലെങ്കിൽ നമ്മളിപ്പോ ഓരോ ജീവികളെ ഓരോ പോലെയാണല്ലോ കൊല്ലുന്നത്. നല്ല മൊത്തത്തിൽ നമ്മുടെ ക്രോപ്സിന് എന്താ പറയാ കേടുവരുത്താതെ അല്ലെങ്കിൽ നാശം വരുത്താതെ എന്ത് ചെയ്യണം? നാശം വരുത്താതെ അതായത് ഇപ്പൊ ഒരു കീടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഫ്രണ്ട്ലി, അതിനെ കൊല്ലുന്ന ഒരു മിത്രകീടത്തിന് ഇതാക്കിയിട്ട് നമുക്ക് ഈ നമ്മുടെ ക്രോപ്സ് നാശാക്കുന്നവരെ കൊല്ലാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ട്രാപ്പുകളോ നെറ്റുകളോ അങ്ങനെ എന്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവരെ കൊല്ലാൻ പറ്റും. അപ്പൊ ഇത് നോക്ക്, ഡിസ്ട്രോയ് ഓൾ ഇൻസെക്ട്സ് അത് പറ്റൂല. ഇൻക്രീസ് പെസ്റ്റിസൈഡ് യൂസ് അത് തീരെയും പറ്റില്ല. കാരണം എന്താണ്, കീടനാശിനികളുടെ ഉപയോഗം കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്കും നാശമാണ് എൻവിറോൺമെന്റിനും നാശമാണ്, പറ്റൂല. പിന്നെ പരിസ്ഥിതിക്ക് ദോഷം കുറച്ച് കീടങ്ങളെ നിയന്ത്രിക്കുക. അപ്പോ IPM അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ C ആണ്. അതായത് പെസ്റ്റിനെ കൺട്രോളും ചെയ്യണം, പക്ഷെ അത് നമ്മുടെ എൻവിറോൺമെന്റിന് അല്ലെങ്കിൽ നമുക്ക് ഡാമേജ് ഉണ്ടാക്കരുത്. അങ്ങനെയാണ്, അതിനാണ് ഈ ട്രാപ്പുകള് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മിത്രകീടങ്ങളെ വെച്ചിട്ട് മറ്റവരെ കൊല്ലുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഇറിഗേഷൻ മെത്തേഡ് സപ്ലൈസ് വാട്ടർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്? സിമ്പിൾ ആണ്. ഫ്ലഡ് ഇറിഗേഷൻ ആണോ? ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആണോ? വെള്ളപ്പൊക്കം ഇതൊക്കെ ഇതാക്കുന്ന അല്ല. പിന്നെ വിക്ക് ഇറിഗേഷൻ. എന്താണ് ഈ വിക്ക് ഇറിഗേഷൻ? വിക്ക് ഇറിഗേഷൻ എന്താണ്? അതായത് ഒരു കോട്ടൺ തുണിയിൽ നമുക്ക് വെള്ളം ഇങ്ങനെ ഒറ്റുറ്റി ചാടില്ലേ, അതായത് അങ്ങനെയാണ്, അതാണ് വിക്ക് ഇറിഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ തുള്ളിനനയാണ്. തുള്ളിനനല്ലേ, അതാണിത് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ തുള്ളി ആയിട്ട് നമ്മുടെ പ്ലാന്റിന്റെ സൈഡിലേക്ക് ഇങ്ങനെ പ്ലാന്റിന്റെ റൂട്ടിലേക്ക് കറക്റ്റ് ഒരു വെള്ളം വേസ്റ്റ് ആവാതെ വാട്ടർ യൂട്ടിലൈസേഷനിൽ പഠിക്കുന്നതാണ് ഇതൊക്കെ. ഇങ്ങനെ നമ്മൾ ഇവിടെ ചെടി എന്നുണ്ടെങ്കിൽ
ഇവിടെയാണ് ചെടി. ആ ചെടീന്റെ റൂട്ടിലേക്ക് ഇങ്ങനെ ഇപ്പുറത്തൊരു വാൽവ് ഉണ്ടാവും, ഒരു വെള്ളം വെച്ചത് ഉണ്ടാവും, ഇപ്പുറത്തൊരു വാൽവ് ഉണ്ടാവും. അപ്പൊ ഈ ചെടീന്റെ എവിടേക്ക് ഇങ്ങനെ ഇങ്ങനെ പോകുന്നു. അതാണ് തുള്ളിനന അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ. എന്താ പറയാ, പിന്നെ കനാൽ ഇറിഗേഷൻ എന്താണ്? കനാൽ ഇറിഗേഷൻ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ടർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് എങ്ങനെ വെള്ളം തുള്ളി തുള്ളി ആയിട്ട് എങ്ങനെയാണ് ജലസേചന രീതി ഏതാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉത്തരം എന്താണ്? തുള്ളി തുള്ളി ആയി പോകുന്ന എന്താണ്? ഈ ഓപ്ഷൻ എത്രാമതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഓക്കെ ആൻസർ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിക്ക് ഇറിഗേഷൻ എന്താണ്? വിക്ക് ഇറിഗേഷൻ ആണ് ഞാൻ അപ്പൊ പറഞ്ഞത്. അപ്പൊ വേഗം അതിൽ നോക്കിയിട്ട് ഉത്തരം പറഞ്ഞു. എങ്ങനെയാണ്? പ്ലാസ്റ്റിക് പൈപ്പ് വെച്ചിട്ടാണോ? നെഹി. കോട്ടൺ വിക്ക് വെച്ചിട്ടാണോ? കോട്ടൺ വിക്ക് വെച്ചിട്ടാണ്. ഓക്കെ. അതായത് പരുത്തി തുണിയുടെ രൂപത്തിൽ, അതായത് കോട്ടൺ, ഇപ്പൊ ഇവിടെ ഒരു എന്താ പറയാ ഒരു ഇതിങ്ങനെ ഉണ്ടെങ്കിൽ, ഒരു കോട്ടൺ തുണി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വേറൊരു ഇതുണ്ട്, പിന്നെ ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. അപ്പൊ ഇതിലൂടെ എന്താണ്? ഈ കോട്ടൺ തുണിയിലൂടെ വെള്ളം ഒട്ടും ഇങ്ങനെ പുറത്തേക്ക് പോവാതെ ഈ റൂട്ടിന്റെ ഇവിടെ എത്തുന്നതാണ് എന്ത്? വിക്ക് ഇറിഗേഷൻ. അപ്പൊ അതിന് മെയിൻ ആയിട്ട് അതിലാരോ ഉപയോഗിക്കുക? സ്പ്രിംഗ്ലർ ആണോ, പമ്പാണോ? കുച്ചിനഹി. അപ്പൊ ഏതാണ്? ഇത് മൂന്നും അല്ല, സോറി, ഇത് എയും അല്ല, സിയും അല്ല, ഡിയും അല്ല. അപ്പൊ ഉത്തരം എന്താണ്? ബി, അതായത് പരുത്തി തുണിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മുൾച്ചിങ്. മുൾച്ചിങ് അപ്പൊ ഈ എന്തൊക്കെയാണ്? ഈ ഗ്രീൻ ഹൗസ്, പിന്നെ എന്താണ്? ഗ്രീൻ ഹൗസ്, ഡ്രിപ്പ് ഇറിഗേഷന്, വിക്ക് ഇറിഗേഷൻ. വിക്ക് ഇറിഗേഷൻ അല്ലേ നമ്മളിവിടെ പറഞ്ഞ? വിക്ക് ഇറിഗേഷന്, പിന്നെന്താണ് ഈ മുൾച്ചിങ്. ഇതൊക്കെയാണ് എന്ത്? ഈ 4 എണ്ണാണ് എന്ത്? മെയിൻ ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ വാട്ടർ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഫാമിംഗ് നടത്താൻ പറ്റുമെന്ന് കാണിക്കുന്ന സാധനം. അപ്പൊ ഈ 4 എണ്ണാണ്. അപ്പൊ ഗ്രീൻ ഹൗസിനെ പറ്റി ഡിസ്കസ് ചെയ്തു, ഡ്രിപ്പിനെ പറ്റി പറഞ്ഞു, വിക്കിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മള് മുൾച്ചിങ്ങിനെ പറ്റി പറയാം. അതായത് മുൾച്ചിങ് എന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, നമ്മുടെ അതായത് നമ്മൾ അങ്ങനെ ഒരു ക്രോപ്പ് നട്ട് വെച്ചിട്ടുണ്ട് വെച്ചാൽ നമ്മൾ അതിന്റെ മേലില് കുറച്ച് എന്താ പറയാ ഈ വൈക്കോലുകളൊക്കെ അല്ലെങ്കിൽ സെറ്റപ്പ് ആക്കി ഇങ്ങനെ വെക്കും. അതെന്തിനാ അങ്ങനെ വെക്കണമെന്ന് വെച്ചാല് ഇത് വാട്ടർ ഇവാബറേറ്റ് ചെയ്ത് പോവാന് നമുക്ക് ഇങ്ങനെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. പിന്നെ ഈ കണ്ണി കണ്ട വീഡ്സ് ഉണ്ടല്ലോ, ഈ കീടങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്താണ് പരിപാടി, അതും ഇതിനെ തടയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇൻക്രീസ് ഇവാബറേഷൻ. എല്ലാ ഓപ്ഷനും ആദ്യം വായിച്ചു നോക്കണം. ഒറ്റയടിക്ക് ഇതാണെന്ന് പറയാൻ നിൽക്കരുത്, എല്ലാതും വായിച്ചു നോക്കണം. പിന്നെ റെഡ്യൂസ് വാട്ടർ ലോസ് ആൻഡ് വീഡ് ഗ്രോത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞു. പിന്നെ ഡിസ്ട്രോയ് റൂട്ട്സ് അല്ല. പിന്നെ ഇൻക്രീസ് പെസ്റ്റ് ഒട്ടുമല്ല. അപ്പൊ ഇത് രണ്ടും ഒട്ടുമല്ല. പിന്നെ ഇവിടെ ഇൻക്രീസ് ഇവാബറേഷൻ ആണോ? അതായത് ഇവാബറേഷൻ പെട്ടെന്ന് ഇതാക്കാനാണോ? അല്ല. അപ്പൊ ഇവിടെ എന്താണ്? റെഡ്യൂസ്, ഈ എത്രാമത്തെ ഓപ്ഷനാണ്? അതായത് ജലനഷ്ടവും കളവളർച്ചയും കുറയ്ക്കാൻ, അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അതാണ് എന്ത് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നോളജി ഹെൽപ്സ് ഐഡന്റിഫൈ ക്രോപ്പ് ഡിസീസ് യൂസിങ് ഇമേജസ്. ഇത് നമ്മുടെ ഏത് പോർഷനിൽ വരുന്ന അറിയോ? നമ്മുടെ സ്മാർട്ട് ഫാമിംഗ് ഇല്ലേ? സ്മാർട്ട് ഫാമിംഗിൽ വരുന്ന സംഭവമാണ് ഈ എന്തൊക്കെ? സ്മാർട്ട് ഫാമിന് 4 ഒരു ഫങ്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു? ഒന്ന് AI, പിന്നെന്താണ്? ഒന്ന് നമ്മുടെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം, പിന്നെ ഹൈഡ്രോപോണിക്സ്, പിന്നെന്താണ്? എയറോപോണിക്സ്. പഠിച്ചത് ഓർമ്മയുണ്ടോ? അതാണ്. ഓക്കെ, ഓർമ്മയില്ലെങ്കിൽ ഇപ്പൊ ഓർക്കണം. ഓക്കെ, വിച്ച് ടെക്നോളജി ഹെൽപ്സ് ഐഡന്റിഫൈ ക്രോപ്പ് ഡിസീസസ് യൂസിങ് ഇമേജസ് വഴി ഏതാണ് നോക്ക്? ഇമേജസ്. അതായത് ഇപ്പൊ സ്മാർട്ട് ഫാമിംഗ് പറഞ്ഞാൽ തന്നെ എന്താ? അതായത് നമുക്ക് കുറച്ചും കൂടി സെൻസേഴ്സും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മഴ പെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോന്നും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വീഡ് അറ്റാക്സ്, അതായത് നമ്മുടെ കീടനാശിനികൾ അറ്റാക്ക് ഉണ്ടോന്നും, ഏതൊക്കെ തരത്തിലുള്ള ഒരു ഫോട്ടോ ഇമേജ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതാണ്? അത് ഹൈഡ്രോപോണിക്സ് ആണോ? ഹൈഡ്രോപോണിക്സ് എന്താ? ഞാൻ പറയാം ഹൈഡ്രോപോണിക്സ് എന്താണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ആണ്. പിന്നെ കമ്പോസ്റ്റിങ്ങും ബഡ്ഡിങ്ങും രണ്ടും ബന്ധമില്ലാത്ത 2 ഓപ്ഷൻസ് അല്ലെ? വെട്ടിക്കളാം. അപ്പോ ഇത് രണ്ടും ബഡ്ഡിങ്ങും എന്താണ്? കമ്പോസ്റ്റിങ്ങും അല്ല. അപ്പൊ ഇത് രണ്ടും പോയി. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ ഇതേ അല്ല സംഭവം. അതായത് ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മുടെ ഈ റൂട്ട്, അതായത് നമ്മള് എപ്പോഴും മണ്ണിലല്ല നമ്മള് എന്താ പറയാ ഇതാക്കുന്നത്, നമ്മള് ഇതാക്കുന്നത്, നമ്മള് എന്താ പറയാ ഒരു
ഒരു ലായനിയിലൊക്കെ നമ്മൾ ചെയ്യും. അതായത് ഒരു വെള്ളത്തിന് റൂട്ടിനെ നമുക്ക് എന്താണ് ലായനിയിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഹൈഡ്രോപോണിക്സ് അല്ല. അപ്പൊ എന്താണ് വിച്ച് ടെക്നോളജി ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈങ് ദ ക്രോപ്പ് ഡിസീസ് യൂസിങ് ഇമേജസ് എന്ന് വെച്ചാല് നമ്മളിപ്പോ എന്തൊക്കെയാണ് ചെയ്യുന്നത്? AI വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഉത്തരം എന്താണ് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. കൃത്രിമ ബുദ്ധി അഥവാ AI ഓപ്ഷൻ ബി. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ. സെൻസേഴ്സ് യൂസ്ഡ് ഇൻ സ്മാർട്ട് ഫാമിംഗ് ആർ മെയിൻലി റിലേറ്റഡ് ടു. സെൻസേഴ്സ് സ്മാർട്ട് ഫാമിംഗിൽ നമ്മള് ഇവിടെ പറഞ്ഞു എന്തൊക്കെയുണ്ട്? AI ഉണ്ട്, മറ്റേ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്, ഹൈഡ്രോപോണിക്സ് ഉണ്ട്, എയറോപോണിക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെയാണ് 4 ഫംഗ്ഷൻ. അതില് സെൻസേഴ്സ് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു. ഇവിടെ ഇത് എന്താ പറയാ, ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാടാ, ഇത് 4 എന്താണ്, സോറി 3 എന്താണ് മണ്ടൻ ഓപ്ഷൻസുകളാണ്. അപ്പൊ എന്താണ്, ഗ്രാഫ്റ്റിംഗ് അല്ല, ലെയറിംഗ് അല്ല, ബഡ്ഡിംഗ് അല്ല. അപ്പൊ എന്താണ് ഉത്തരം വരുന്നത്? ഉത്തരം A ആണ്, ഇന്റർനെറ്റ് ഓഫ് തിങ്. അപ്പൊ ഇന്റർനെറ്റ് ഓഫ് തിങ്സിൽ എന്താണ്? അപ്പൊ നമ്മള് ഒരു ആൻസർ പഠിക്കുമ്പോൾ നമ്മൾ ആൻസറും ക്വസ്റ്റ്യനും വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആൻസർ ഈ ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ആൻസർ ആണ് നമ്മളിപ്പോ ഇത് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും നമ്മളിങ്ങനെ ആലോചിക്കണം. അങ്ങനെയാണ് നമ്മളിപ്പോ എന്ത് കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും നമുക്ക് അങ്ങനെ നോക്കിയിട്ടേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ IoT, ഇതാണ് എന്ത്, സെൻസറുകൾ വെച്ചിട്ട് സ്മാർട്ട് ഫാമിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A ഓപ്ഷൻ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൈഡ്രോപോണിക്സ് പ്ലാന്റ്സ് ആർ ഗ്രൗൺ ഡാഷ്. അപ്പൊ എന്തറിയണം? ആദ്യം എന്താണ് ഹൈഡ്രോപോണിക്സ് അറിയണം. എന്താണ് ഹൈഡ്രോപോണിക്സ്? ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താടാ? ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വാട്ടർ എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്ക്, ഇൻ സാൻഡ് അല്ല, ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ വിത്തൗട്ട് സോയിൽ, എന്തോ ഒരു ഫിഷിനെസ് ഉണ്ട്. അല്ലെങ്കിൽ മണ്ണില്ലാതെ പോഷക ലായനിയിൽ, മണ്ണിലല്ല എന്തായാലും. അപ്പൊ അത് പോയി. പിന്നെ ഉണങ്ങിയ മണ്ണിൽ നിന്നല്ല, മറ്റേ പാറകളിൽ മാത്രം, റോക്സിലോ അല്ല. അപ്പൊ ഇതിൽ ഏതാണ് വരുന്നത്? ഈ ന്യൂട്രിയൻ സൊല്യൂഷൻ വിത്തൗട്ട് സോയിൽ. അതായത് ഇവിടെ നമ്മൾ ഹൈഡ്രോപോണിക്സ് കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, മണ്ണിലല്ല നമ്മൾ കൃഷി ചെയ്യുന്നത്, മറിച്ച് എവിടെയാണ്, മണ്ണില്ലാതെ ഒരു പോഷകം, അതായത് ന്യൂട്രിയന്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയിലാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ് ചെയ്യുന്നത്, മണ്ണില്ലാതെ. ഇനി എയറോപോണിക്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ബി ആണ് കേട്ടോ ആൻസർ വരുന്നത്. അല്ലെ, ബി അല്ലേടാ? ഓക്കെ, ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എയറോപോണിക്സ് എന്താണ് എയറോപോണിക്സ്? എയർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, എയറിൽ നിൽക്കുക. ഓക്കെ, അപ്പൊ ഒള്ളി സോയിൽ പോയി, ഡ്രൈ എയർ ഒള്ളി വീണ്ടും പോയി, ഫെർട്ടിലൈസർ പൗഡർ അല്ല. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? ബി ആണ്. അപ്പൊ അതിന് മുന്നേ എന്താണ്, എയറോപോണിക്സ് എന്താന്ന് പഠിക്കണം. അതായത് എയറോപോണിക്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ജലവും പോഷകങ്ങളും മൂടൽമഞ്ഞ് രൂപത്തിൽ എന്താണ്, ഇത് എയറിലായിരിക്കും ഈ റൂട്ട് നിൽക്കുക. അപ്പൊ ഈ റൂട്ടിന് എങ്ങനെയാണ് നമ്മള് ഇങ്ങനെ ആക്കുവോ? എങ്ങനെ ചെയ്യാ? അതായത് എങ്ങനെയാണ്, ജലവും പോഷകങ്ങളും മൂടൽമഞ്ഞ് രൂപത്തിലായിരിക്കും ഇതിന് കൊടുക്കുക. അതായത് ഹൈഡ്രോപോണിക്സ് ആണ് താഴെ നിലത്ത് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്താണ്, ഈ എയറോപോണിക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? എയറോപോണിക്സ് എന്ന് പറഞ്ഞാല് നമ്മള് എയറിലായിരിക്കും നിൽക്കുക. ഓക്കെ, അപ്പോ ഇതിന് ആൻസർ വരുന്നത് എന്താണ്? ബി ആണ്, ഓപ്ഷൻ ബി, വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ആസ് മിസ്റ്റ്. അതായത് മൂടൽമഞ്ഞിന്റെ രൂപത്തിലാണ് നമുക്ക് ന്യൂട്രിയൻസും അതിന് ആവശ്യമായുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത്? ഓക്കെ, ഇനി ഒരു 2 ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക. വിച്ച് ഫാമിംഗ് മെത്തേഡ് ഇസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ഹൗസ് വിത്ത് വെരി ലിറ്റിൽ സ്പേസ്? അതായത് വളരെ കുറഞ്ഞ സ്ഥലമുള്ള വീടുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൃഷി രീതി. ടെറസ് ഫാമിംഗ് ഉണ്ട്, വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ട്, ഓപ്പൺ ഫീൽഡ് ഫാമിംഗ് ഉണ്ട്, വെറ്റ്ലാൻഡ് ഫാമിംഗ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഏതായിരിക്കും? ഒന്ന് ആൻസർ ചെയ്യാൻ നോക്ക്. ടെറസ് ഫാമിംഗ് അല്ല, വെർട്ടിക്കൽ ഫാമിംഗ് ആയിരിക്കും കേട്ടോ. വെർട്ടിക്കൽ ഫാമിംഗ് ആണ് എന്താ, അതായത് ലംബമായിട്ട് ചെയ്യുന്ന കൃഷി. എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്. അപ്പൊ ഇതിന് സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാൻ പറ്റും. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, സോ ഇതാണ് തോന്നുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മുടെ 8ാം ക്ലാസ്സിലെ തന്നെ ലാസ്റ്റ് പോർഷനിൽ വരുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് GI ടാഗ് അല്ലെങ്കിൽ എന്താണ് ഭൗമസൂചിക പദവി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഭൗമസൂചിക പദവി എന്ന് പറഞ്ഞാല്?
അത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്, ഐഡന്റിഫൈ പ്രൊഡക്റ്റ് അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ റീജിയൻ, പിന്നെന്താണ് അവരുടെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നത്, പിന്നെ ഇൻക്രീസ് ഇമ്പോർട്ട്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം എന്താണ് GI ടാഗ് എന്ന് പറഞ്ഞാൽ. അതായത് എല്ലാ സ്ഥലത്തും ഓറഞ്ച് ഉണ്ടാവും അല്ലെ, എല്ലാ സ്ഥലത്തും ആപ്പിൾ ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഇവിടെ ആപ്പിൾ ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഓറഞ്ച് ഉണ്ടാവും, എല്ലാ സ്ഥലത്തും കുരുമുളക് ഉണ്ടാവും. പക്ഷെ ഒരു സ്ഥലത്തുള്ള ഒരു കുരുമുളക് ഇത് അടിപൊളിയാണ്. ഓക്കെ, അതിന് എന്താണ് അടിപൊളിയാക്കുന്നത്? ചിലപ്പോൾ അതിന്റെ സ്മെല്ലാവും, ചിലപ്പോൾ അതിന്റെ കളറാവും, അതിനൊരു വെറൈറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങളാണ് എന്ത് GI ടാഗ് കിട്ടി സംഭവം എന്ന് പറയുന്നത്. സോറി, GI ടാഗ് കിട്ടി സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതായത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. ഓക്കെ, അപ്പോ GI ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടില്ല. അതായത് അത് സൂപ്പർ ആയിരിക്കണം അല്ലെങ്കിൽ അടിപൊളി ആയിരിക്കണം. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ടെക്സ്റ്റിൽ തന്നെ പറയുന്ന കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. എന്തൊക്കെയായിരുന്നു? തിരൂരുള്ള വെറ്റില അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് പാലക്കാടൻ അരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ടെക്സ്റ്റിൽ ഉണ്ട്. ഒരു 5 ഓപ്ഷനുകൾ ഉണ്ട്. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ് സ്ഥലത്തുള്ള ആ ഒരു GI ഭൗമസൂചിക പദവി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ അടിപൊളിയായിരിക്കും. അതായത് അതിന്റെ നിറം കൊണ്ട്, കളർ കൊണ്ട്, സ്മെല്ല് കൊണ്ട്, എന്താ പറയാ, അതിൽ കളറും ഇതൊക്കെ ഒന്നാണല്ലേ. ഓക്കെ, കളർ കൊണ്ടും എന്താണ് മണം കൊണ്ടും ഒക്കെ വെറൈറ്റി ആയി നിൽക്കുന്നതായിരിക്കും. ഇപ്പൊ എല്ലാ സ്ഥലത്തും എന്താ പച്ചമുളക് ഉണ്ട്, പക്ഷെ ഇന്ന സ്ഥലത്തെ പച്ചമുളകായിരിക്കും അടിപൊളി, അല്ലെങ്കിൽ ആ ഒരു പേര് കേട്ട സംഭവമായിരിക്കും അടിപൊളി. അപ്പൊ അതിനാണ് എന്ത് GI, അവർക്ക് എന്ത് ചെയ്യുക, GI ടാഗ് കൊടുക്കും. ഓക്കെ, അതാണ്. അപ്പൊ ഇതിലൊന്ന് നോക്കിക്കേ വേഗം എക്സാമ്പിൾ എന്താവും വരാന്ന്. ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്, കുച്ച് നെയ്യല്ല പോട്ടെ. ഐഡന്റിഫൈ പ്രൊഡക്ട്സ് അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ അത് സംഭവം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, അതിന്റെ പ്രൈസ് അല്ലെങ്കിൽ എന്താണ് ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുക, അതല്ല. ഓക്കെ, പിന്നെ എന്താണ് ഇറക്കുമതി വർദ്ധിപ്പിക്കുക, ബന്ധമില്ലാത്തൊരു ഓപ്ഷൻ. ഓക്കെ, അത് വിട്. അപ്പൊ ഇതിൽ ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വലിപ്പം വർദ്ധിക്കുക, അതുമല്ല. പിന്നെ അതിൽ സംശയമുള്ളത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിന്റെ അർത്ഥം എന്താ നോക്ക്. ഐഡന്റിഫൈ പ്രൊഡക്റ്റ് അസോസിയേറ്റഡ് വിത്ത് എ സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ റീജിയൻ, അതായത് ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നത്തെ തിരിച്ചറിയുക. അതായത് അവിടെയുള്ള പേരിലായിരിക്കും. ഇപ്പൊ പാലക്കാടൻ അരിയാണ് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു പാലക്കാടൻ അരി തന്നെ മതി. അപ്പൊ അത് ഏത് ബേസിലാണ് അറിയപ്പെടുന്നത്? മറ്റേ പാലക്കാടിന്റെ പാലിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിലമ്പൂർ. ഓക്കെ, നിലമ്പൂർത്തേക്ക് തന്നെ എടുക്കാം. ഇതപ്പോ വേറെ പോണത്. ഓക്കെ, അങ്ങനെ ഇപ്പൊ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഉള്ള സംഭവങ്ങളെ എന്താണ് ആ പേരില് ആ ഒരു ടേക്ക് ആ ഒരു സ്ഥലത്തിന്റെ പേരിലായിരിക്കും അറിയപ്പെടുക. അതായത് അങ്ങനെയുള്ള പ്രോഡക്ട്സ് സ്പെസിഫിക് അവരുടെ പേരിൽ അറിയപ്പെടുന്നതിനെയാണ് എന്ത് പറയാ, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഒരു 21 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തണം. എന്നാലേ അടുത്തടുത്ത് എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടാൻ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതില് നിങ്ങൾക്ക് എല്ലാം ഉത്തരങ്ങളും കറക്റ്റ് ആയിട്ട് കിട്ടിയോ, അല്ലെങ്കിൽ ഏതൊക്കെ ഉത്തരങ്ങൾ തെറ്റായി, കറക്റ്റായി, എത്ര മാർക്ക് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറയണം. അപ്പൊ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വരാം. അതുവരെ ബൈ.